ഞാനവളെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ അവളുടെ പ്രൊഫൈൽ പിക്ചർ ഫേക്കാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയായിരുന്നു. അത് അവൾ തന്നെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞാലെങ്ങനെ? നീ തുടക്കം തൊട്ട് പറ, എന്നാലേ എനിക്കെന്തെങ്കിലും മനസ്സിലാവൂ. തുടക്കം തൊട്ട് പറ. പറയ്. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിലായിരുന്നു അവൾ എനിക്ക് ആദ്യമായി റിക്വസ്റ്റ് അയച്ചത്. അവള് നിനക്ക് റിക്വസ്റ്റ് അയക്കായിരുന്നോ? പക്ഷേ സംസാരിച്ചു തുടങ്ങിയത് ഞാനാ. എന്താ നീ സംസാരിച്ചേ? ജൂൺ മാസം ആയല്ലോ, എന്താ മഴ പെയ്യാത്തെന്ന് ഞാൻ അവളോട് ചോദിച്ചു. എന്നിട്ട് മഴ ഇനി ഏത് നിമിഷം വേണമെങ്കിലും പെയ്യാമെന്നും ചിലപ്പോൾ സർവ്വതും നശിപ്പിച്ച് കളഞ്ഞേക്കാവുന്ന ഒരു കൊടും മഴയോ അല്ലെങ്കിൽ ഒരു പൂവിരലിനെ പോലും നോവിക്കാതെ പെയ്യുന്ന ഒരു കുളിർ മഴയോ ആയേക്കുമെന്നാണ് അവൾ അതിന് മറുപടി പറഞ്ഞത്. അവിടെ വെച്ചായിരുന്നു ഞങ്ങളുടെ ബന്ധം തുടങ്ങിയത്. ഒരാഴ്ച കൊണ്ട് അവളുടെ ജീവിതം മുഴുവൻ അവൾ എന്നോട് പറഞ്ഞു കാണും. അതിലവളുടെ സങ്കടവും സന്തോഷവും ദുഃഖവും പ്രണയവും എല്ലാം ഉണ്ടായിരുന്നു. പ്രണയോ? പുറത്തു വരാതെ അടക്കി പിടിച്ചുകൊണ്ട് നടന്നിരുന്ന പ്രണയം അവളൊരു സ്വപ്നജീവിയാക്കി മാറ്റുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കണ്ണാടി എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച ഫീലായിരുന്നു എനിക്കപ്പോൾ. മോനെ, പ്രശ്നമായോ? അവളെ നേരിട്ട് കാണാനുള്ള എൻ്റെ ആഗ്രഹത്തെപ്പറ്റി അപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ അവളോട് പറഞ്ഞത്. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? കാണാൻ മാത്രമുള്ള സൗന്ദര്യമൊന്നും അവൾക്കില്ലെന്ന്. നോണയാ നോണയാ? സൗന്ദര്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ തൊട്ടടുത്ത നിമിഷം അവൾ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എവിടെ വെച്ച് കാണണമെന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ നാളെ ഓൺലൈനിൽ വരുന്ന സമയത്ത് എന്നോട് പറയാമെന്നും പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ അവളെ ഓൺലൈനിൽ കണ്ടിട്ടേയില്ല. ഒരാഴ്ച നിർത്താതെ മെസ്സേജ് ചെയ്തു, ഒരു മറുപടി ഉണ്ടായില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്ത്? നാളെ ഞാൻ അവളുടെ നാട്ടിലോട്ട് പോകും. എനിക്ക് അവളെ കണ്ടുപിടിക്കണം, എന്നിട്ട് ഞാൻ ഇനി തിരിച്ചുള്ളൂ. നീ ഒറ്റക്ക് പോണ്ട, ഞാൻ വരാം. എന്റെ വണ്ടി എടുക്കാം, നമുക്കവളെ കണ്ടുപിടിക്കാടാ. ഏത് കാട്ട് പോയി വിളിച്ചാലും പോരെ. അവൾ ഏത് രാജ്യത്തെ മഹാറാണിയാണെങ്കിലും നമ്മളവളെ പൊക്കിയിരിക്കും. നീ അവളെ പേരെന്ന് പറഞ്ഞു? രേവതി. രേവതി വർമ്മ എന്നാണോ പേര്? അതെ. ദിവസവും രാത്രി 10 മണിക്ക് ശേഷം മാത്രം ഓൺലൈനിൽ വരുന്ന രേവതി വർമ്മ അല്ലേ? കോഴിക്കോട് സ്വദേശിനി, സെക്കൻഡ് ഇയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന രേവതി വർമ്മ അല്ലേ? അതെ. നിനക്കറിയോ അവളെ? നിനക്ക് പരിചയമുണ്ടോ? ജസ്റ്റ് ഫോർ യു, അതാണ് അവിടെ ID പാസ്വേഡ്. അതെയോ? അതെ.